ഇവിടെ ഒരു സ്ത്രീ താമസിക്കുന്നുണ്ട്. ഒരു 1000 രൂപയുടെ ചെറിയൊരു ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. പ്രളയം വന്ന സമയത്ത് ഇവരൊരു പെട്ടി നിറയെ വസ്ത്രങ്ങളായിട്ട് ഇവിടെ കയറി വരികയാണ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ തിരുപ്പൂരിൽ നിന്നൊക്കെ വില കുറഞ്ഞ, ഈരോടിൽ നിന്നൊക്കെ വില കുറഞ്ഞ തുണികൾ കൊടുന്ന് ഏതെങ്കിലും ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയൊക്കെ നേർച്ചയും പൂരൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുന്നിൽ വെച്ച് വിറ്റ് അതായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. എന്നിട്ട് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ പൈസ ആയി കഴിഞ്ഞാൽ ഒരു യാത്ര പോകും. റോഡ് സൈഡിലൊക്കെ വിശന്നിരിക്കുന്ന ആരെങ്കിലുമൊക്കെ കണ്ടാൽ അവർക്കൊക്കെ ഭക്ഷണം വാങ്ങിക്കൊടുക്കും. തിരിച്ചു വരാനുള്ള വണ്ടിക്കൂലി ബാക്കിയായാൽ ആ പൈസയും കൊടുത്ത് അവർ തിരിച്ചു ഇങ്ങോട്ട് വരും. പിന്നെയും അവർ ഈ പണിക്കാണ് പോവുക. അപ്പോൾ ഈ പ്രളയം വന്ന സമയത്ത് ടി വിയിൽ കാണുകയാണ് ആളുകൾ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു, ഇങ്ങനെ എൻ്റെ അടുത്ത് കുറച്ച് വസ്ത്രമുണ്ട്, ഇത് ഞാൻ വിൽക്കണില്ല, ഇത് ആർക്കെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റേഷനിൽ പോലീസുകാർ കൊണ്ട് ഇലയിലേക്ക് പറഞ്ഞു വെച്ചു. ഇവിടെ വന്ന് ഇത് തിരിച്ചു പോകുമ്പോഴാണ് നമ്മൾ ഇവരെ ശ്രദ്ധിക്കുന്നത്. ഒരു പത്രത്തിൽ വരാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു നന്ദി വാക്ക് കേൾക്കാനോ ഒരു ഉപാധികളില്ലാതെ ഏതോ മനുഷ്യർ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുമെന്നുള്ള ചിന്തയിൽ ഈ 1000 രൂപ വാടക കൊടുത്ത് താമസിക്കുന്ന സൗജാത്ത എന്ന് പറയുന്നൊരു സ്ത്രീ അവരിവിടെ തന്ന് തിരിച്ചു പോവുകയാണ്. നമ്മൾ അവരുടെ മുന്നിൽ ആരാണ്? നമ്മൾ ആരെങ്കിലും ആണ്. കോവിഡ് കാലത്താണ് ഇവിടുത്തെ ഡയാലിസിസ് സെൻ്റർ തുടങ്ങണമെന്ന്. ഞാനന്ന് കോവിഡ് പിടിച്ച് കിടക്കുക. അപ്പോൾ ഇവിടുന്ന് അനൂപും സുൽഫിയൊക്കെ പറഞ്ഞ് നമ്മൾ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്, എന്നാൽ പിന്നെ ഡയാലിസിസ് വേഗം തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു 10 മെഷീനൊക്കെ ഉള്ള ഡയാലിസിസ് സെൻ്റർ വല്ല പഞ്ചായത്ത് പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ MLA-നെയോ മന്ത്രിനെയൊക്കെ വിളിച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്യുക. അപ്പോൾ നമ്മൾ കൂടി ആലോചിച്ചു, നമ്മൾ അന്നത്തെ മുഖ്യാതിഥി ആരായിരുന്നു എന്നറിയാം. ആരായിരുന്നു? ഈ സൗജാത്ത എന്ന് പറഞ്ഞ സ്ത്രീയായിരുന്നു. അതിലും വലിയൊരാളെ നമുക്ക് കാണാനില്ലായിരുന്നു. ജീവിതം കൊണ്ട്, കർമ്മം കൊണ്ട് നമ്മൾ അനുഭവിപ്പിച്ച ഒരാളായിരുന്നു അവരായിരുന്നു അന്നിവിടെ. വലിയ ആളൊന്നുമില്ല, നമ്മുടെ വളണ്ടിയേഴ്സ് മാത്രം. അങ്ങനെ നമ്മളിവിടെ അങ്ങനെ വലിയ ഉദ്ഘാടനമോ വലിയ പരിപാടിയൊന്നും നടത്താറില്ല. സൗജാത്ത വന്നു, അന്ന് അവരുടെ സാന്നിധ്യത്തിൽ അത് തുടങ്ങി. ഇതാണ് സൗജാത്താൻ. ആരെങ്കിലും അറിയോ? ആരും അറിയില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണ്ടി പലതും സ്വരൂപിച്ച് വെക്കുമ്പോൾ, നമ്മൾ ഒരു കൂട്ടാൻ ശ്രമിക്കുമ്പോൾ സൗജാത്ത എണീറ്റ് വരും ഉറക്കം കിടത്താൻ. നമ്മുടെ മുമ്പിലെ അനുഭവമാണത്. നമുക്ക് എത്ര കിട്ടിയാലും മതിയാവാതെ നമ്മൾ നമുക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സൗജാത്ത അങ്ങനെ നിൽക്കും. മതിയാടാ, അവരൊന്നും പറയണ്ട, അവരുടെ മുഖം ഓർമ്മ വന്നാൽ നമ്മൾ താനെ ഒന്ന് നന്നായി കിട്ടും.